ഹലോ ഫ്രണ്ട്സ്, സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഉച്ചതിരിഞ്ഞും പിന്നെ ഇന്ന് രാവിലത്തെയും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചതിരിഞ്ഞ് കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ധൈര്യമാണ്. ഗേറ്റ് വരെ പോയി കഴിഞ്ഞ് അതിലേ പോകുന്ന വണ്ടികളൊക്കെ കുറച്ച് നേരം നോക്കി നിന്നതിന് ശേഷമൊക്കെ ഇങ്ങോട്ട് വരുന്നു കേട്ടോ. ആദ്യം ഏതെങ്കിലും ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയായി. ഇവിടെ നിന്ന് തന്നെ അവർക്ക് നോക്കുമ്പോൾ അവർ ഓടി മാറും. ഇപ്പം നല്ല ധൈര്യം വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇവർക്കും വണ്ടിയൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത്ര ധൈര്യത്തിലാണ് ഇവർ നടക്കുന്നത് കേട്ടോ. ഞാനുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിറയെ ചെമ്പരത്തിയൊക്കെ പൂവ് ഇട്ട് നിൽക്കുന്നുണ്ട്, വേലിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇരുവശത്തും ഓരോ വീട്ടിലും ഓരോ പൂക്കളുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പതിയാരി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ രാമകൃഷ്ണൻ ചേട്ടൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രസക്കൂട്ടുണ്ട് ഇവിടെ, നല്ല രസമാണ് കേട്ടോ അത് വെക്കാനും കഴിക്കാനും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ മൗഗ്ലിക്കുട്ടന് മാന്തളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് അവിടെ ചെല്ലുമ്പോൾ അവനിങ്ങനെ മണപ്പിച്ച് കരഞ്ഞൊക്കെ നടക്കുന്നത് കാണാം. അപ്പോൾ ഈ മരമാണ് ലാങ്കി പൂവിൻ്റെ മരം കേട്ടോ. അപ്പോൾ ചിലർക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു, മഞ്ഞ നിറത്തിലുള്ള നല്ല സ്മെല്ലുള്ള പൂവാണ് കേട്ടോ അതിൻ്റെ. അങ്ങനത്തെ വഴിയിൽ കണ്ട ചെടികളും കാര്യങ്ങളൊക്കെ പറിച്ച് കിറ്റൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മഞ്ഞപ്പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു മതിൽ മുഴുവൻ മഞ്ഞപ്പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ വരുമ്പോഴും ഇവർ ഇവിടെ തന്നെ ഉല്ലാത്തതാണ് കേട്ടോ. ഇവർക്ക് അങ്ങോട്ട് ധൈര്യം കൂടിയിട്ട് പാടില്ല. അപ്പോൾ അവരങ്ങനെ നടക്കട്ടെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് രാഗിയുടെ വണ്ടിയുടെ ഹോൺ കേട്ടു കേട്ടോ. അപ്പം നോക്കിയപ്പോൾ രാഗിയും പൊന്നുമണിയും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തോട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് രാഗി വണ്ടിയും കൊണ്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ചെന്നത് കുളം കാണാനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മഴയൊക്കെ പെയ്തപ്പോൾ പച്ച നിറത്തിലുള്ള വെള്ളമായിരിക്കുകയാണ് കേട്ടോ. കൊള്ളി വളർന്നു തന്നെക്കാളൊക്കെ വലിയ കൊള്ളിയായിട്ടാണ് നിൽപ്പ്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇത് നോക്കിയേ നിങ്ങൾ, ഇതാണ് പുല്ലാണ് നമ്മൾ ഇത്ര നാൾ ഉണ്ടാക്കിയതെന്ന് വിചാരിക്കും. പച്ചമുളകും തോട്ടാണ് ഈ കാണുന്നത്, പുല്ല് പിടിച്ചിങ്ങനെ കിടക്കുന്നത് കേട്ടോ. കാരണം ഉണ്ട് കേട്ടോ, ഞങ്ങൾ പച്ചമുളകൊക്കെ പറിച്ചതിന് ശേഷം ഇനി നമുക്ക് നോക്കണ്ടെന്നും പറഞ്ഞിട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പപ്പായാണെങ്കിൽ അടിപൊളിയായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര താഴ്ത്തുനിന്ന് തുടങ്ങി അങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് വെച്ചതാണ്. നമ്മൾ വിഷുവിന് ഒരാഴ്ച മുൻപ് തന്നെ ഇതിൽ നിന്ന് പച്ചമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വിൽപ്പനയും നമ്മൾ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി നോക്കണ്ട, എല്ലാവർക്കും വിഷുവിനോട് കൂടിയിട്ട് തന്നെ ടൂറും അവരവരുടെ വീട്ടിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. ഞങ്ങൾ 4 പേരും കൂടിയാണ് ചെയ്തിരുന്നത് ഈ കൃഷിയൊക്കെ. അപ്പോൾ മുൻപ് ചെയ്തിരുന്നത് ചെണ്ടുമല്ലി കൃഷിയായിരുന്നല്ലോ, അത് ഓണത്തോട് കൂടിയിട്ട് സമാപിച്ചു. ഇതതുപോലെ പച്ചമുളക് കൃഷി വിഷുവോട് കൂടിയിട്ട് സമാപിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലാണ് നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ട് കോരിയൊക്കെ ഒഴിച്ചിരുന്നത് കേട്ടോ. ഈ കുളത്തിൽ നിന്നൊക്കെ വെള്ളം അടിച്ചിട്ട് കേട്ടോ. ഇനി അതൊക്കെ കുറച്ച് നാൾ ഓർമ്മയായി. പക്ഷേ എന്ത് രസമായിരുന്നു എന്നറിയാം. എന്തൊക്കെ ജോലിയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരം ആകുന്ന ആ ഒരു സമയത്ത് നമ്മൾ അവിടെ ചെല്ലുന്നു, പിന്നെ ഈ ചെടികളൊക്കെ നോക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ പുല്ല് പറക്കലായിരുന്നു. അല്ലാതെ നമുക്ക് ഈ പച്ചമുളകൊന്നും നോക്കാനായിട്ടൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ജോലിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൂട്ടായിട്ടുള്ള എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും നഷ്ടമല്ലായിരുന്നു പച്ചമുളക് കൃഷി. കാരണം നാടൻ മുളകിന് നല്ല വില തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിഷുവിന് അതിങ്ങനെ പങ്കിട്ടൊക്കെ എടുത്തു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും പറയണ്ട. പലതരം ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഇതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടൊന്നല്ല. നമ്മുടെ മനസ്സിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മളങ്ങോട്ട് ഓരോ കൃഷി അങ്ങോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പച്ചമുളക് തൈകൾ പറിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ ഈ തൈകളൊന്നും പറിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഉണ്ടാവുന്നത് നമുക്ക് പറിച്ചും കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഇനി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മളെന്നും വളമിട്ട് കൊടുക്കാനും ഇതിനൊന്നും വേണ്ടി നിൽക്കുന്നില്ല. കണ്ട ഇലകളൊക്കെ കുരുടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കുകയാണ്. ചെറിയ മുളകാണ് ഉണ്ടാവുന്നത് കേട്ടോ. എന്നാലും ഒരു സന്തോഷം തന്നെയാണ് ഇതൊക്കെ. ചെണ്ടുമല്ലിയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കൊട്ടയിലൊക്കെ കോരി അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ടിട്ട് അതങ്ങോട്ട് കിറ്റുകളിലൊക്കെ ആക്കി ഓരോ വീട്ടിലേക്കും ഓണത്തിന് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോഴല്ല സന്തോഷം, അത് കൊടുത്തിട്ട് കുറച്ചാണെങ്കിലും കൊടുത്തിട്ട് കിട്ടുന്ന വില അത് ഒരു ഭയങ്കര കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഈ കൃഷിയൊക്കെ.
അപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഇരുവശത്തൊക്കെ ആയിട്ട് ഇങ്ങനെ മാവുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നിറയെ മാങ്ങയൊക്കെ ആയിട്ട് എന്ത് മാങ്ങയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മൂവാണ്ടനല്ല എന്തായാലും കണ്ടിട്ട്. അങ്ങനെ അവിടെ പോയി നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അതാ അവിടെ നിന്ന് പോരുന്ന വഴിയിൽ ഒരു വീട്ടിൽ ഈ പൂ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനൊരു കഷ്ണം ഇതിൻ്റെ ഒരു കമ്പ് ഒടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വീട്ടിൽ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ വണ്ടിമ കയറി പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ തന്നെ നോക്കിയിരിക്കും കേട്ടോ, ഇപ്പോൾ വരുന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാനൊരു കത്തിയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗിലെ മണ്ണൊക്കെ അങ്ങോട്ട് തറഞ്ഞു പോയിക്കാണ് കേട്ടോ. ഏതാണ്ട് പാറ പോലെ ഉറച്ച് നിൽക്കണ്. എന്നാലോ മഴയൊക്കെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൊത്തി കിളച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരയുടെ ഇലയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കണം, എന്നാൽ തന്നെ ഇവർ കൂടുതൽ വലുതാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അതെന്ത് തന്നെയായാലും വിത്ത് ഭാവി മുളപ്പിച്ച് അത് തൈകളായി പൂവിട്ട് കായൊക്കെ വന്ന് നമ്മളത് പറിച്ച് കറിയൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പലതരം ജോലിക്കാരും അവരുടെ വീട്ടുകളിലൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നത്. നമുക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കും നമ്മുടെ മൈൻഡ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. എന്താണെന്നറിയില്ല, രണ്ട് ചെടികളോ പൂക്കളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തനിയെ പാട്ട് വരും. ഏത് പാടാനറിയാത്ത ആൾക്കാർക്കും അത്ര ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അറിയാതെ സന്തോഷം വരും നമുക്ക്. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്ക് ഞാൻ സൗണ്ട് കൊടുത്തപ്പോൾ ഒട്ടും സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ വീണ്ടും കേട്ട് നോക്കിയില്ല. അങ്ങനെ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അതിന് ഇങ്ങനെ കമൻറ്റ് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്താണോ ഉള്ള കാര്യം ആ ഉള്ളതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അതാണ് ഒരു നല്ല സുഹൃത്തുക്കളുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു സ്വപ്നയെ സൗണ്ട് ഇല്ലല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും വെച്ച് നോക്കുന്നത്, അയ്യോ ഭയങ്കര കഷ്ടമായി പോയി എന്ന് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും കേട്ടു നോക്കാനായിട്ടൊക്കെ മറക്കും. അപ്പോൾ അങ്ങനെയൊന്നും ആവരുത് കേട്ടോ. നിങ്ങൾക്കായാലും നല്ല രീതിക്ക് തന്നെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടുകാർ ശ്രമിച്ചോളൂ കേട്ടോ. പിന്നെ ഇവിടെ 5-6 ദിവസം മുൻപാണ് മഴ പെയ്തത് കേട്ടോ. ഇപ്പോൾ ഇന്നും നല്ല മഴക്കാരുണ്ട്. രാവിലെ തന്നെ നല്ല വെയിലും അതുപോലെ തന്നെ മഴക്കാരും ഉണ്ട്. ഭയങ്കര ഒരു പുഴുക്കൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരം കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ ഇന്നലെ വെച്ച പൂക്കളൊക്കെ എടുത്ത് മാറ്റാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഈ പൂക്കളൊക്കെ വാരി കളഞ്ഞതിന് ശേഷം നമുക്ക് പുതിയ പൂക്കളൊക്കെ പറിച്ചു കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പൂക്കൂട്ടൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതെൻ്റെ സ്റ്റുഡൻറ്റ് തന്നതാണ് കേട്ടോ. വരുന്ന വേറെയുള്ള സ്റ്റുഡൻ്റാണ് കേട്ടോ എനിക്ക് ഈ കുട്ട തന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഉപകാരം തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ പൂക്കളൊക്കെ പറിച്ചിട്ടും കഴിഞ്ഞിട്ട് ആക്കായിരുന്നു. വലിയ കുട്ടിയുണ്ടെങ്കിൽ നമുക്ക് അത് പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് പൂക്കൾ ഇതിൽ പറിച്ചിട്ടും കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ആവശ്യത്തിനുള്ള ഒരു പൂക്കുട്ടയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. ഇതിന് സ്മെല്ലും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇതിന് ഒട്ടും സ്മെല്ലില്ല കേട്ടോ. നിറയെ പൂവുണ്ടാവും. പിന്നെ പറിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെത്തിയാണ്. അപ്പോൾ അവിടെ മുരിങ്ങ വീണ്ടും പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. രമേശേട്ടൻ പരീക്ഷണമൊക്കെ നടത്തിയിട്ടും ഇപ്പോഴും മുരിങ്ങയമേ കായൊന്നും ഉണ്ടായിട്ടില്ല, പൂത്തിട്ടുമില്ല കേട്ടോ. ബാക്കിയുള്ള മുരിങ്ങച്ചെടിയുമൊക്കെ പൂത്തിട്ടുണ്ട്, പക്ഷേ കായ് പിടിക്കുന്നുമില്ല. അപ്പോൾ ഫേസ്ബുക്കിലെങ്ങാണ്ട് കണ്ടിട്ട് അതുപോലെയൊക്കെ ചെയ്ത് നോക്കി രമേശേട്ടൻ പരീക്ഷണാർത്ഥം ഇട്ട് വെച്ചിരിക്കുന്ന മുരിങ്ങയാണ് അവിടെ വീണ്ടും പൊടിച്ചൊക്കെ വന്നിരിക്കുന്നത്. ഇനി അതിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നിലത്ത് മുട്ടിയിട്ടാണ് ചെത്തിപ്പൂവൊക്കെ ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് എടുത്ത് കുട്ടയിലാക്കിയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് മുട്ടൊക്കെ മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് പിന്നെ പൂക്കൾ മാത്രം എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ദേവീദേവന്മാർക്കൊക്കെ വയ്ക്കാം. ഓരോ പ്രഭാതവും ഞാൻ ആരംഭിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അതെനിക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നാളെ കാണാം.